ഒരു മനുഷ്യനെ കാണാനില്ലല്ലോ, വൈകുന്നേരം ആവും ചെയ്തല്ല. കുറച്ചോനെ പിന്നെ എത്ത കാട്ട. അവിടെ എന്താ തിളങ്ങണത്? ആത്തപ്പ സാധനം വളക്ക. ഞാൻ അലാവുദ്ദീനൊക്കെ മറന്നു വെച്ചതാണപ്പോ ഇത്. പൊടിയുണ്ടല്ലോ. ആരാ? ഞാനാ? അല്ലപ്പത്തിന്റെ ഔത്ത ആളുണ്ടാ? പിന്നെ ഞാനാരടാ? അല്ലപ്പ നിങ്ങള് പുറത്ത് കയറിയപ്പോ ഞാനെത്താ കാട്ടണ്ടേ? നിന്നിക്കിറങ്ങാണ്ട് അടപ്പുറക്കടാ. ഇതിപ്പോ എങ്ങനെ ഇപ്പൊ തുറക്ക വലക്കാ? മേലെ കാണുന്ന മൂടിയോട് വലിച്ചു തുറക്കാം. ആ ഓക്കെ. ആരാ? ആരാ? ബഹുതാടാവേ കോലം കണ്ട മനസ്സിലാവൂലേ? നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? നീയല്ലടാവൂ എന്നെ പുറത്തേക്ക് എടുത്തത്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ പുറത്തേക്ക് വന്ന് ഇത്രയും ചെറിയ സാധനത്തിനുള്ളിൽ ഇത്രയും വലിയ മുതലെങ്ങനെ കയറി? അത് കണ്ടപ്പോഴേ മനസ്സിലായി അലമ്പനാണ്. ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയരുത്. ഭൂതമേ, എന്താ ഭൂതത്തിന്റെ പേരെന്താ? ആ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിനും ആൾക്ക് ആളെ പേടിപ്പിച്ചാൻ വേണ്ടിട്ട്? ഇത് ഞങ്ങളുടെ സ്റ്റൈലാണ്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു വേട്ടാവളി ഇതിലെന്നെ കുഴിച്ചിട്ടിട്ട് മണലിൽ താത്തി വെച്ചാ ഇപ്പൊ ഞാൻ പൊന്തി വന്നു. ഞാൻ നിന്റെ അടിമ. ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കും. അങ്ങനെയല്ലല്ലോ, അത് മാറി. ഞാൻ എന്ത് പറയാലും നിങ്ങളല്ലേ കേൾക്കണ്ടേ? നിങ്ങളല്ല എന്റെ അടിമ. അങ്ങനെയാ? അപ്പൊ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അയ്യോ, ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഇന്നൊന്ന് റൗണ്ട് ചുറ്റി വരി. ചുറ്റി ചുറ്റി ഇങ്ങനെ. ഭൂതമേ, ഇന്നെ ചുറ്റാനല്ലേ പറഞ്ഞത്? നിങ്ങളൊന്ന് ഇന്നെ ചുറ്റി വരി. എന്റെ അടിമയല്ലേ, ഞാൻ പറഞ്ഞു കേക്ക് നോക്കട്ടെ. ആ കമോൺ. എന്നൊന്ന് പിടിക്കണമേ, എനിക്ക് ഭൂതമേ നിങ്ങൾ സെറ്റപ്പുള്ള. അതെ ഭൂതമേ, ഇത്രയും കാലം എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ അകത്തുള്ള ജീവിതം? ഭയങ്കര സുഖമായിരുന്നു. എന്നിട്ട് പിന്നെ നിങ്ങളുടെ പുറത്തേക്ക് വന്നത്? ഞാൻ ഒന്ന് കയറ്റി വിടാൻ നിന്നായിരുന്നു. അത് വേണ്ട ഭൂതമേ. പിന്നെ ഭൂതമയ്ക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് ഭൂതമേ. നിങ്ങൾ വന്ന സ്ഥിതിക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. നിങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടിയിരിക്കുന്നു ഭൂതമേ. എവിടെ പോയാലും ഇതാണുള്ള അവസ്ഥ. എന്ത് ദാരിദ്ര്യം? അല്ല ഭൂതമേ, നിങ്ങളെ സൗണ്ട് അങ്ങോട്ട് പറ്റണില്ല. ചെറിയ കുഞ്ഞു കുട്ടികളെ സൗണ്ടാണ്. ഇത്രയും വലിയ ശരീരം വെച്ചുകൊണ്ട് ഈ സൗണ്ട് നിങ്ങൾക്ക് മാച്ച് ആവണില്ല. സൗണ്ട് ആണോ? ആ സൗണ്ട് മാറ്റണം ഭൂതമേ. ഇതാണ് എന്റെ സെറ്റപ്പ്. ഇത് പോരാ ഭൂതമേ. ഇത് മതിയോ? ഇത് പോരാ. ഇത് മതിയാവോ? ഒന്നുകൂടി പറഞ്ഞാനി. ഇത് മതിയാവോ? വേറെന്തെങ്കിലും പറഞ്ഞാനി. എന്താണ് വിശേഷം? സുഖാണ്, അടിപൊളി. പക്ഷെ ഈ സൗണ്ട് ഞാൻ വേറെ എവിടെ കേട്ടിക്കണല്ലോ. ഇത് മതി, സൂപ്പറാ. നിനക്കെന്താവശ്യം വന്നാലും ഇതിങ്ങോട്ട് എടുക്ക. അതിങ്ങനെ മുട്ടക്ക ഹുക്കും തുറക്കൂ സീസേ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ചാമ്പാനാ അല്ല ഉറക്കങ്ങനെ. എല്ലാം മനസ്സിലായല്ലോ? ഇക്കിപ്പോ ഒരു ആഗ്രഹം സാധിച്ചു തരണം. പെണ്ണാ അല്ല ഭൂതമേ, അല്ല ഇങ്ങക്ക് ഇന്നെ മാത്രം ഇക്ക് ഇങ്ങളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആര് കാണണമെങ്കിലും നീ ഞാൻ വിചാരിച്ചോ ആളവേ. ഭൂതമേ, എനിക്കെല്ലാം പയിച്ചിട്ട് നല്ല ഭക്ഷണം കിട്ടിയ തിരക്കടില്ലായിരുന്നു. നിനക്കിപ്പോ ഫുഡ് കഴിക്കണം. ഒരു പണി, കൈ പിടിക്ക്. നിന്റെ കയ്യിലല്ല, എന്റെ കൈമ. വാ പോര്. അല്ല ഭൂതമേ, അപ്രത്യക്ഷാവല്ലേ, നിങ്ങളല്ല പോവാ? ഓ, ഞാനതങ്ങോട്ട് മറന്നു. എന്നാ പിടി. അപ്രത്യക്ഷമായി പോകേതാ ഞാൻ വന്നു. ഇവിടെയും പോകേ. മട്ടനാണ്. ഇത്രയും നല്ല ഫുഡ് എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. രസമുണ്ടല്ല. ഞാനിപ്പോ ഒരാളെ പോയി. അല്ല മൊട്ടപ്പുത്തര നിങ്ങളൊക്കെ പോയത് കൊടുക്ക. സാർ, ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണോ അതോ ബില്ലെടുക്കട്ടെ? അല്ല ഭൂതം വരാണ്ട്. ഭൂതോ? അല്ല ചെങ്ങായി.
ചെങ്ങായി ഇന്നൊറ്റക്കാക്കി കണ്ടവർക്ക് പോയത്. മൊട്ടക്കൗസും തുറക്ക സീസേ, മൊട്ടക്കൗസും തുറക്ക സീസേ, മൊട്ടക്കൗസും തുറക്ക സീസേ. എന്റെ പൊന്നാര ഭൂതം, നിങ്ങൾ കൊടുക്ക പോയിന്ന്? ഒന്നും മൂത്രമൊഴിക്കാനും സമ്മതിക്കില്ലടാ പോയി. നിങ്ങൾ വരാതായപ്പോ ഞാനും വിചാരിച്ചത് വലിയൊരു ഹോട്ടലാണല്ലോ, ഒരു കണ്ടമാനം പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂടി ഞാൻ ഒറ്റക്ക് കേൾക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ച്. ഞാനുള്ളപ്പോൾ നിന്റെ പാത്രം കഴുകാൻ സമ്മതിക്കും? അപ്പൊ ഭൂതലോകത്ത് പാത്രം കേൾക്കലായിരുന്നില്ല പണി? സംഭവം ഞാൻ നിന്റെ അടിമയാണ്. എന്നിട്ട് വരുമ്പോൾ മറ്റോടത്ത് വർത്താനം പറയാം. അല്ല ഭൂതമ്മേ, ബില്ല് കൊടുക്കണം, ബില്ലിന്റെ ആൾ വന്നീന്നേ. ഇല്ലോ, ഞാനുള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടണം? കൈപിടി. എന്തിനാ? മുങ്ങ. അല്ലോ കജ്ജിയാക്കിയിട്ടില്ല. കൈയൊക്കെ പിന്നെ കഴുകാൻ